ഹായ് നമസ്കാരം. ഞാൻ കാവാലം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുട്ടനാട് കാവാലത്തുള്ള ഒരു കലാകാരനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മധു. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പം നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. നമസ്കാരം മധു. നമസ്കാരം. ഇതാണ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ മധു. മധു ഒരു ഗായകനാണ്. മധു ഗായകൻ എന്ന് പറയുമ്പോൾ മധു പാടും എന്നുള്ളതാണ്. പക്ഷെ അതിന് വ്യത്യസ്തമാണ്. മധുവിൻ്റെ പാട്ട് നമുക്ക് കരിവിലേക്ക് വരാം. അതിനുള്ളിൽ നമുക്കൊരു കാര്യം പറയാം. മധുവിൻ്റെ വീട് എന്ന് പറയുമ്പോൾ കുട്ടനാട്, അതായത് കാവാലം എന്ന് പറയും പുളുങ്ങുന്ന്. കാവാലവിക്കര പുളുങ്ങുന്ന് പഞ്ചായത്ത് കണ്ണാടിയിലാണ് മധുവിൻ്റെ വീട്. മധു നിരവധി സ്റ്റേജുകളിൽ മധു പ്രോഗ്രാം അവതരിപ്പിച്ചു പോകുന്നു. പക്ഷേ കലാകാരന് ഒന്നുകൂടെ ഒന്ന് വളരണമെങ്കിൽ നമ്മുടെ സപ്പോർട്ട് വേണം. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കലാകാരൻ നമുക്ക് ഉന്നത വേദിയിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കലാകാരൻ നമുക്ക് ഉയർന്ന നിലയിൽ എത്താൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങൾ ഈ കലാകാരനെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് മധുവിൻ്റെ കൂടുതൽ വിശേഷത്തിലേക്ക് കടക്കാം. മധു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. നല്ല മധുവിന് വിശേഷം. പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? പ്രോഗ്രാമൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു. മധുവിൻ്റെ ഈ കഴിവെന്ന് പറയുമ്പോൾ മധു ഈ പാട്ട് പാടുന്നെന്ന് പറയുമ്പോൾ മധുവിൻ്റെ പ്രത്യേക കഴിവെന്ന് പറയുമ്പോൾ മധു ആണുങ്ങളുടെ ശബ്ദത്തിലല്ല മധു പാട്ട് പാടുന്നത്. മധു ഫീമെയിൽ സ്വരത്തിലാണ്, അത് ലേഡീസിൻ്റെ ശബ്ദത്തിലാണ് മധുവിൻ്റെ പാട്ട് പാടുന്നത്. ആ കഴിവിനെ നമുക്ക് മധുവിൻ്റെ ഒരു പാട്ടിലൂടെ നമുക്ക് ആ കഴിവൊന്ന് നമുക്ക് ആസ്വദിക്കാം. മധു, ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് മധു ഒന്ന് പാടിക്ക്. പൂന്തേനരുവേ, പൊന്മുടിപ്പുഴയുടെ അനുജത്തേ, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവേ. മധു നന്നായിട്ട് പാടുന്നുണ്ട്. നല്ലതായിട്ടുണ്ട്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. മധുവിൻ്റെ ഈ കഴിവ് വളരെ വ്യത്യസ്തമാണ്. മധു കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ഞങ്ങളും ജഗദീഷിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മധു, വേറെ എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈയിടെ നല്ല പ്രോഗ്രാം വിശേഷം. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ ഉണ്ട്. ചെറിയ തോതിലുണ്ട്. വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. മധു ഇപ്പം എന്നാ വർക്ക് ചെയ്യുന്നത്? അതായത് ഈ കാർപ്പൻട്രി വർക്ക്, മരപ്പണിയാണ്. അതിനോടൊന്ന് പ്രോഗ്രാം വരും. പ്രോഗ്രാമിന് പോകും. ചെറിയൊരു സംരംഭമുണ്ട്. കരോക്കെ ഗാനമേള എന്നുള്ളത്. അതിൽ പോകുന്നുണ്ട്. ഫീമെയിൽ സൗണ്ടിലുള്ള പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. കൂടുതലും ജാനകമ്മയുടെ പാട്ടുകളാണ് കൂടുതലിഷ്ടം. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ. അതായത് മധുവിന് ഈ സ്ത്രീ ശബ്ദത്തിൽ പാടാമെന്ന് മധുവിന് എന്നാണ് മധുവിന് അത് മനസ്സിലായത്? ഞാൻ അത് ഇവർക്ക് വേണ്ടി ഒന്ന് കൂടുതലും പങ്കുവെക്കാമോ? എനിക്ക് എൻ്റെ ഫീമെയിൽ സിംഗേഴ്സിൽ എനിക്ക് കൂടുതലും ജാനകിയമ്മയുടെ പാട്ടുകൾ ഒരുപാട് കേൾക്കുമായിരുന്നു കുഞ്ഞിൽ. അങ്ങനെ ഞാൻ അങ്ങനെ അനുകരിക്കാൻ നോക്കി. ഞാൻ ഇതിൽ വേദികളിലൊക്കെ പാടി, സ്കൂളിലൊക്കെ പാടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു ജാനകിയമ്മയുടെ വോയിസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ നമ്മൾ അങ്ങനെ പ്രോഗ്രാമിൽ പോയി. പിന്നെ വെറൈറ്റി ആയതുകൊണ്ട് ഒത്തിരി ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. കല്യാണ ഫംഗ്ഷൻ, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെയൊക്കെ ഒത്തിരി അമ്പലത്തിൽ ഉത്സവം, ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. ചെറിയ തോതിൽ ഇങ്ങനെ പോകുന്നു. മധു, നമുക്ക് ജാനകിയമ്മ അല്ലാതെ വേറെ ആരെയും നമുക്ക് അങ്ങനെ പാടാൻ പറ്റുമോ? സുശീലാമ്മ, പിന്നെ ചിത്ര ചേച്ചിയുടെ ഒക്കെ പാട്ട് ഇഷ്ടമാണ്. നമുക്ക് മധുവിന്റെ ഒരു പാട്ട് കൂടെ കേട്ടാലോ? പ്രേക്ഷകർക്ക് ഒരു പാട്ട് കൂടെ പാടും. കണ്ണാടിക്ക് കല്യാണം കണ്ടു കാക്കാത്തിക്കിളി, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ. കണ്ണാടിക്ക് കല്യാണം കണ്ടോ, തളിരോലക്കൈ നീട്ടും കതിരോനെ പോലെ അവനെന്നെ തേടിയെത്തുമ്പോ, തളിരോലക്കൈ നീട്ടും കതിരോനെ പോലെ അവനെന്നെ തേടിയെത്തുമ്പോ, പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും, കണ്ണോട് കണ്ണായി
മധു നമുക്ക് വേറെ വിശേഷങ്ങളൊക്കെ എന്താ മധു? ഇപ്പം പനിയൊക്കെ ഉണ്ടോ? ആ വർക്കൊക്കെ ഉണ്ട്. അപ്പം പനിയില്ലാത്ത സമയത്ത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ ഇങ്ങനെ പ്രോഗ്രാമിന് അങ്ങ് പോകും. പ്രോഗ്രാം വരുമ്പോൾ പ്രോഗ്രാമിന് പോകും. നമുക്ക് പ്രേക്ഷകർ ഈ മധുവിൻ്റെ ഈ കഴിവ് അംഗീകരിക്കും. അത് നമുക്ക് 100% ഉറപ്പാണ്. അവർ മധുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാം. അപ്പം മധുവിൻ്റെ നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകൂടെ നമുക്ക് മധുവിൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൂടെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി മധു ഒരു രണ്ട് പാട്ടുകൂടെ പാടണം. അമ്പാടി തന്നിലെ ഉണ്ണിയെ പോലെ നീ കൊമ്പനാണെങ്കിലും കണ്ണേ, അമ്മുമ്മ പോരിയാലെ കുഞ്ഞു കാതിലായി രാഗമാദ്യമായി ചൊല്ലാം. മുത്തേ കണ്ടു മയങ്ങുമി നല്ല കിനാവുള്ള കണ്ണിൽ ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ ഒത്തിരി മോഹിച്ചു പോയി. ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടേ കിടക്കുന്ന മുത്തേ, ഒട്ടേ കിടക്കുന്ന മുത്തേ, ഒട്ടേ കിടക്കുന്ന മുത്തേ. വേറെ വിശേഷങ്ങളൊക്കെ മധുവിന് പങ്കുവെക്കാനുണ്ടോ? പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകരോട് മധുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രോഗ്രാം ഉണ്ടെങ്കിൽ തരിക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ ഞാൻ ഇതുപോലെ പാടുമായിരുന്നു. ഇങ്ങനെ അനുകരിച്ച് പാടി. അങ്ങനെ പിന്നെ ഒരുപാട് പേര് കൊള്ളാം, നല്ല ഇതിലുണ്ട്, അത് കൂടുതലും ജാനകിയമ്മയുടെ പാട്ടുകൾ പാടാൻ നിൻ്റെ വോയിസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ആ മേഖലയിലേക്ക്, പിന്നെ വെറൈറ്റി ആയതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിലും എൻ്റെ ഒരു പാട്ട് അവർ പാടിക്കും. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം മധുവിന് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. നമുക്ക് മധുവിനെ എന്ന അതുല്യ കലാകാരനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. മധുവിനെ ഈ പ്രേക്ഷകർ ഏറ്റെടുക്കും. മധുവിന് നല്ല വേദികൾ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മധുവിൻ്റെ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ലാ 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 ലാ. ആ മന്ത്രം. ലാ ലാ ലാ. വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. അപ്പം മധുവിനെ കണ്ടതും പരിചയപ്പെടാൻ സാധിച്ചതും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മധുവിന് വീണ്ടും ഉയരങ്ങളിലെത്തട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ പോട്ടെ.